നമ്മളുടനെ ഇവിടുന്ന് പോകണം. അതുകൊണ്ട് വേഗം വന്ന് പങ്കുവയ്ക്കുക. എന്താണ് ഈ ധ്യാനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്? നന്ദി പറയും. ഒത്തിരിയേറെ ദൈവ അനുഗ്രഹവും ദൈവത്തിൻ്റെ കരുണയും മനസ്സിലാക്കാനായിട്ട് ഈ 3 ദിവസങ്ങളിൽ സാധിച്ചു. പ്രത്യേകിച്ച് ബ്രദറിൻ്റെ ആ പഠന രീതിയും ഒത്തിരിയേറെ ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ അനന്തമായ കരുണയും മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ്സായിരുന്നു. മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അത് ഭൂമിയെ നനയ്ക്കുന്നു, അത് ഫലം ചൂടാതെ പോവുകയില്ലെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾക്കും വിചിന്തനങ്ങൾക്കും കാരണമായ ഈ ദൈവവചനം ജീവിതത്തിൽ ഹൃദയത്തോട് വചനം ചേർത്ത് വെച്ച് ജീവിക്കുവാനുള്ള ഒരു പ്രചോദനവും പ്രേരണയും ബ്രദറിൻ്റെ ഈ ധ്യാനത്തിലൂടെ ലഭിച്ചു. ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇനി ആരെങ്കിലും സഹോദരന്മാരാരെങ്കിലും വരൂ. ബഹുമാന്യരെ, വളരെ സന്തുഷ്ടമായ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങൾ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ വരിക, പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി നമ്മുടെ ബഹുമാന്യനായ തോമസ് പോൾ ബ്രദർ സൂചിപ്പിച്ച കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും ഉള്ളൊരവസരമായി നമ്മൾ ഈ 3 ദിവസം കഴിച്ചുകൂട്ടുകയുണ്ടായി. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പകൽ പകലിനോടും ഇരുട്ട് ഇരുട്ടിനോടും സംസാരിക്കുന്ന ആ അർത്ഥവത്തായ ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു. ഭൗതികമായ ലോകത്ത് നമ്മൾ ഇരുട്ടിനെ വെറുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇരുട്ടിനെ കൂടുതൽ സ്നേഹിക്കുവാൻ തുടങ്ങി. കാരണം ഇരുട്ടാണ് വിശ്വാസത്തിൻ്റെ പ്രധാന കവാടം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ഈ 3 ദിവസങ്ങളും നമുക്ക് ലഭിച്ച ഒട്ടനവധി പുതിയ പുതിയ അറിവുകൾക്ക് അതിനവസരം സൃഷ്ടിച്ച ഇതിൻ്റെ നമ്മുടെ ഡയറക്ടർ അച്ഛനും അതിനൊന്ന് നേതൃത്വം കൊടുത്ത ബ്രദർ തോമസ് പോളിനും സംഘത്തിനും ഈ ഹാള് നമുക്ക് വേണ്ടി സജ്ജീകരിച്ച ഇടവക വികാരിയച്ഛനും അതിലുപരി വളരെ താല്പര്യത്തോടുകൂടി ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയ ഹൈവിയർ സ്റ്റുഡൻസിനും ഈ പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളരെ കൂടുതൽ ആകൃഷ്ടരായി എത്തിച്ചേർന്ന മറ്റ് സഹോദരി സഹോദരങ്ങൾക്കും ഈ അവസരത്തിൽ വളരെ ഹൃദയംഗമായ നന്ദി ഹൈവിയർ സ്റ്റുഡൻ്റ് എന്ന നിലയിലും ആ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രദർ തോമസ് പോളിന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആരോഗ്യവും ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ട് കൊറിന്ത്യസ് 5:17 പറയുന്നുണ്ട്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതു സൃഷ്ടിയാണ്. ഇവിടെ ഹവീർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട തോമസ് ബ്രദർ 3 ദിവസവും വളരെ വ്യക്തമായി തന്നെ എന്താണ് ദൈവസ്നേഹ അനുഭവം, അത് എങ്ങനെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് എങ്ങനെ അത് ലഭ്യമായി അവൻ ദൈവത്തെ പോലെ തന്നെ നല്ലൊരു സൃഷ്ടിയായി പുതു സൃഷ്ടിയായി മാറുവാൻ അവനെങ്ങനെ സാധിക്കും എന്നതിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ വളരെ വ്യക്തമായി നമ്മുടേതായ ലളിതമായ ഭാഷയിൽ ബ്രദറിൻ്റെ ഇതുവരെയുള്ള സുവിശേഷ പ്രഘോഷണ വേളയിലെ സ്വന്തമായ അനുഭവങ്ങളും ദൈവവചനവും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ വ്യക്തമായി ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കോഴിക്കുഞ്ഞ് ഒരു പുതു സൃഷ്ടിയായി പുറത്തു വരാനുള്ള വെമ്പൽ, അത് സ്വന്തം കൊക്കുകൊണ്ട് തന്നെ ആ മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തു വരുന്ന ആ ഒരു പുതുജീവൻ നമ്മുടെയൊക്കെ ജീവിതത്തിന് അതൊരു പ്രചോദനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവശാസ്ത്ര പഠനത്തിൽ വന്നതിന് ശേഷം വചനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. സഭാ സേവനത്തിനും ശുശ്രൂഷയ്ക്കുമായി വന്നിട്ടുള്ള വളരെ പ്രബുദ്ധരായ വൈദിക ശ്രേഷ്ഠർ നയിക്കുന്ന ഈ വൈദിക ശാസ്ത്ര പഠനത്തിലെ അറിവ് ഒരിക്കലും അളന്നു മാറ്റുവാൻ സാധിക്കുകയില്ല.
അതുപോലെ തന്നെ പ്രബുദ്ധരായ ആത്മായ വിശ്വാസികളും ഈ പഠന കേന്ദ്രത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നുണ്ട്. ഇവിടെ തോമസ് ബ്രദറിൻ്റെ ടീം വളരെ ശക്തമായ രീതിയിൽ ബ്രദറിൻ്റെ കൂടെ ഗാനാലാപത്തിനും മറ്റുള്ള ശുശ്രൂഷയ്ക്കും വളരെ ഒറ്റക്കെട്ടായ ഒരു ടീം സ്പിരിറ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ തോമസ് ബ്രദറിന് വളരെ നല്ല രീതിയിൽ ഈ ടീമിനെ നയിച്ചുകൊണ്ടുപോയി വചനത്തിൻ്റെ വിത്ത് മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായൊരു മഹത്വം. തീരദേശ മേഖലയിൽ ഇപ്പോൾ വചനത്തിൻ്റെ വിത്ത് പാകിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ബ്രദറിൻ്റെ ആ ഭജന പ്രഘോഷണ വേളയിലെ ഏറ്റവും കരുതലായ ഒരു കാതൽ തന്നെ ആയിരിക്കും. കാരണം ക്രിസ്തുനാഥൻ തീരപ്രദേശങ്ങളിലൂടെ കടന്ന് വലിയ മുക്കുവനെ കണ്ടുപിടിച്ചുകൊണ്ട്, മത്സ്യത്തൊഴിലാളികളെ കണ്ടുപിടിച്ചുകൊണ്ട് തൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആ ഒരു സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയായി തന്നെ ബ്രദറിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകട്ടെ. അതോടൊപ്പം തന്നെ ദൈവശാസ്ത്ര പഠനത്തിൽ കൂടുതൽ വ്യക്തികൾ ഈ കേന്ദ്രത്തിൽ വന്ന് പഠിച്ച് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്ന് അവർ നല്ല രീതിയിൽ ഏകനാഥനായ യേശുവിനെ ഏറ്റുവാങ്ങുവാൻ അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ തോമസ് ബ്രദറിനും ടീമിനും ഈശ്വരൻ കൂടുതൽ മേച്ചിൽപ്പുറങ്ങളിലേക്ക് വചനത്തിൻ്റെ വിത്തുകൾ പാകുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയാം, പിന്നീട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. ഓ എൻ്റെ ഈശോയെ എന്ന പ്രാർത്ഥന നമ്മൾ ഗൊന്ത പഠിക്കുമ്പം ഈ പ്രാർത്ഥനയ്ക്ക് ഒരു വശ്യതയുണ്ട്, ഒരു ആകർഷണമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ രഹസ്യം കഴിയുമ്പോഴാണ് ഈ പ്രാർത്ഥന ചെല്ലാറ് സാധാരണ. പക്ഷേ നമ്മളിടയ്ക്ക് അറിയാതെ 3 നന്മ നിറഞ്ഞ മറിയും കഴിയുമ്പം ചാടി ഓ എൻ്റെ ഈശോയെ എന്നങ്ങ് ചൊല്ലും. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു ശക്തി, അതിനെക്കുറിച്ച് ഇന്നലെ ബ്രദർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയുണ്ടായി. അത് തിരുസഭയുടെ പ്രാർത്ഥന അതാണ്. രണ്ടാമത് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബ്രദർ പറഞ്ഞു. രാവിലെ 4 മണിക്ക് ഞാൻ എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിക്കാം. അപ്പം ഞാൻ ഇന്നലെ കിടന്നപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞു വാഗ്ദാനമൊക്കെ ചെയ്ത് പോയതാ. 4 മണിക്ക് അലാറം വെച്ചു. പിന്നെ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട, ബ്രദർ വിളിക്കടന്ന് ഓഫ് ചെയ്ത് കളഞ്ഞേക്കാം. ഓഫ് ചെയ്ത് കളഞ്ഞു. 3:43 തന്നെ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജെസ്. കൈയടിച്ച് ചേർത്താൽ നന്ദി പറയാം. അപ്പോൾ നമ്മൾ ഈ ധ്യാനം സമാപിപ്പിക്കുന്നു എന്നല്ല, ഈ ധ്യാന ജീവിതം നാളെ മുതൽ 4 മണിക്കും ജ്ഞാനത്തിൻ്റെ പ്രാർത്ഥനയോടെ ശക്തമായി നമ്മൾ മുന്നേറുന്നു. നമ്മൾ പഠിച്ച തിയോളജി അത് ദൈവിക ജ്ഞാനത്തിലൂടെ ലോകമെമ്പാടും പടരും എന്നതിന് യാതൊരു സംശയമില്ല. അനേകർ ഈ തിയോളജി പഠിക്കുന്നതിനും അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതിനും സഭാപ്രബോധനങ്ങളിൽ വളരുന്നതിനും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നല്ല ഒരു ദുഃഖവെള്ളിയാഴ്ച അഥവാ കൂടുതൽ സഹനങ്ങളും കഷ്ടതകളും എല്ലാം ഉണ്ടാകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് കഷ്ടതയിൽ നമ്മൾ അഭിമാനിക്കണം. കഷ്ടത എല്ലാവരും ഏറ്റു പറഞ്ഞ് സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുരിശും ഏറ്റെടുത്ത് ആ മുറിവുകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. പറയണം? ഇല്ല, ഇനി വേറെ കൈ പ്രാർത്ഥന ഇല്ല. അത് ആ അഭിഷേക പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ധ്യാനം അവസാനിച്ചു. എല്ലാവർക്കും നല്ല ഒരു ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ ഇപ്പോഴേ തന്നെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.